ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു സർജറി കാര്യം ഒരു ഫൈബ്രോയിഡ് വന്നിട്ട് അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നു. വലിയൊരു ടെൻഷനായിട്ട് വന്ന ഞാൻ ഒരു നിസ്സാര മൈൻഡോട് കൂടി ഞാൻ തിരിച്ചു പോവുകയാണ്. കാര്യം മെറീന ഡോക്ടർ എനിക്ക് അതുപോലൊരു അപ്രോച്ചാണ് എനിക്ക് തന്നത്. കാര്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ മതി എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ വന്നയാൾ എനിക്ക് നാളെ ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് ഡോക്ടറോട് പറഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. പിന്നെ അത് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന് കാലുകുത്തിയപ്പോൾ തന്നെ നമ്മളെ റിസപ്ഷനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് എന്താ വേണ്ടത് സാറെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ കാര്യത്തിനും മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഓരോരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്തേക്ക് സെക്ഷനിലേക്ക് ആക്കുന്നതിനും എല്ലാവരും മുമ്പിൽ നിന്ന്. എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദനയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആദ്യമേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. പിന്നെ വേഗം തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു. ഡോക്ടർ ഫൈബ്രോയിഡ് ആണ്, അതൊന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ സർജറിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഡോക്ടറിന് ഇതുപോലെ തന്നെ സർജറി ചെയ്തതാണ്. നമ്മൾ നല്ലൊരു കൂൾ മൈൻഡോട് കൂടിയാണ് എന്നോട് സർജറിയെ കുറിച്ചെല്ലാം പറഞ്ഞത്. പിന്നെ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ എല്ലാ സിസ്റ്റേഴ്സും എപ്പോഴും വരും. ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഫാമിലി കാര്യങ്ങളും എല്ലാം ചോദിച്ച് സംസാരിച്ച് ചിരിപ്പിച്ച് എന്നെ വിടാറുള്ളൂ. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലും ഇഷ്ടപ്പെട്ടു. എല്ലാ സ്റ്റാഫുകളും എല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാ സ്റ്റാഫുകളോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. പ്രത്യേകിച്ച് കൃഷ്ണപ്രിയ, അമ്പിളി, ഇൻഷുറൻസിലെ അമ്പിളി, സൂസൻ സിസ്റ്ററുണ്ട്, പിന്നെ മെറീന മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ്, എല്ലാവരും നല്ല സപ്പോർട്ട് തന്നു. എല്ലാവർക്കും താങ്ക്സ്.